ഇതിൽ CBI അന്വേഷണം വേണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുമ്പോൾ സർക്കാർ അതിനെ എതിർക്കുന്നു. കാര്യക്ഷമമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. ഈ കാര്യക്ഷമമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സർക്കാർ പറയുന്നത് പോലീസിനെ മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, കുടുംബത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് ഈ കുടുംബം പാർട്ടി കുടുംബമാണ്, ഞങ്ങളുടെ വലിയ നഷ്ടമാണ്, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്? മാത്രമല്ല CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് CBIയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിയോജിപ്പുകളാണ്. നോക്കി, ഇതിൽ രാഷ്ട്രീയ വിയോജിപ്പിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായി CPMനെ പ്രതി സ്ഥാനത്ത് നിർത്തേണ്ട ഒന്നുമില്ല എന്നുള്ളതാണല്ലോ CPM തന്നെ പറയുന്നത്. പിന്നെ എന്തിന് CBI അവിശ്വസിക്കണം? ശ്രീ നവീൻ ബാബുവിന്റെ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ ഏതായാലും അതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് CPMന്റെ കൂടി ആവശ്യമാണ്. CPM സഹയാത്രികനും CPMനൊപ്പം നിൽക്കുകയും ദീർഘകാലമായി CPM കുടുംബവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നവീൻ ബാബു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അദ്ദേഹം നാളിതുവരെ നിസ്തൂലമായ പൊതുജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതിനെ കുറിച്ചും ആർക്കും മറ്റൊരഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹത അടിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തെ CPMനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം ഉയരുന്നത്. മരണം റിപ്പോർട്ട് ചെയ്ത നിമിഷം മുതൽ 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്നുള്ള നിയമപരമായ ബാധ്യത സംസ്ഥാന പോലീസ് നിർവഹിച്ചു. അങ്ങനെ തന്നെ നിർത്തേണ്ടി വരുന്ന സാഹചര്യം സമയാസമയങ്ങളിൽ മറ്റു പലതരം കാഴ്ചപ്പാടുകളാണെന്നേ. ഇപ്പൊ നോക്ക്, ഏറ്റവും അവസാനം നമുക്കറിയാം, ആലപ്പുഴയിൽ ദൗർഭാഗ്യകരമായി 5 കുഞ്ഞുങ്ങൾ, പിന്നീട് ഒരാൾ കൂടി മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം? രാത്രി അപകടം നടന്ന് പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. 4 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ചോ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടവും ഒക്കെ? ഇല്ലല്ലോ. ഈ നമുക്ക് ഓർമ്മയുണ്ടാവും, ഇടുക്കിയിൽ ഒരു കസ്റ്റഡി മരണം രാജ്കുമാറിന്റെ ഇഞ്ചിഞ്ചായി കൊന്നതാണ്. ഇഞ്ചിഞ്ചായി ഈ പറയുന്ന ഈ സംവിധാനം കൊന്നതാണ്. റീപോസ്റ്റ്മോർട്ടം നടത്തിയില്ലേ? പ്രൊഫഷണൽ സ്കില്ലൊന്നും ആരും എടുത്തു പറഞ്ഞില്ലല്ലോ ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയവരുടേത്. അപ്പൊ ഇതിലൊക്കെ വീഴ്ചകൾ വരും. ഇതിലൊക്കെ പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടുണ്ട്. ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അല്ല മധു, ഇതിൽ പരമപ്രധാനമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായി ചില ആളുകൾക്ക് ഈ ഒരു തൂങ്ങി മരണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മരണകാരണം എന്ന് പറയുന്നത് ആസ്ഫിക്സിയ എന്ന് പറയുന്നതാണ്. അതായത് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മരണമാണ്. അപ്പോൾ ആ മരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഫോറൻസിക് സയൻസ് വിദഗ്ധൻ അല്ലെങ്കിലും 3 കാരണങ്ങൾ ഏതൊരു സാധാരണ ഞാൻ അതിലാ വരുന്നത്. അതിൽ മറ്റൊരു സംശയത്തിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിനുള്ളിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംശയത്തിലേക്ക് സംശയവും അതൊരു ദുരാരോപണമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പെറ്റക്കൽ ഹെമറേജ്, അതായത് രോമകൂപങ്ങളിൽ നിന്ന് ചോര പൊടിയുന്ന അവസ്ഥ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം അടിവസ്ത്രങ്ങളിൽ രക്തക്കറ പുരണ്ടതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യം കൂടി നാം പരിശോധിക്കണമെന്നേ. ഇതിലിപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് വെച്ചിട്ട് ഇനി ലഭിക്കാനുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനോടൊപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത ഘട്ടത്തിൽ എടുത്തിട്ടുള്ള രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഫോറൻസിക് ലാബിനെയും സംശയിക്കുന്ന തരത്തിലേക്ക് ആരെങ്കിലും പരാതി പറഞ്ഞാൽ അതും കേരളത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ വ്യത്യസ്തമായി പറയേണ്ടി വരും. അത് ശരീരത്തിൽ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന രക്തമല്ലേ അടിവസ്ത്രത്തിൽ പടരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കണ്ടേ? അങ്ങനല്ല, പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ അത് വരില്ല. വസ്ത്രങ്ങൾ ഇൻക്വസ്റ്റ് കഴിയുമ്പോൾ വസ്ത്രം അത് സീൽ ചെയ്ത് അതാണ് ഞാൻ ചോദിച്ചത്. ഈ രക്തം അവിടെ പുരണ്ടിട്ടുണ്ടെങ്കിൽ ആ രക്തം വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നതല്ലോ, ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഈ രക്തം ഉണ്ടാകുമല്ലോ. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേണ്ടേ? അങ്ങനല്ല, ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാകും. പിന്നെ മറ്റ് പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കും, അതുപോലെ യൂറിനറി ബ്ലാഡർ എംപ്റ്റി ആയിരിക്കും. ഈ സാഹചര്യങ്ങളാണ് ഇത് ഒരു തൂങ്ങി മരണമാണ് എന്ന നിഗമനത്തിലേക്ക് എപ്പോഴും ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധൻ എത്തുക. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇതൊരു തൂങ്ങി മരണമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വരില്ല. അത് കേരളത്തിലെ ഏത് പ്രഗത്ഭരായിട്ടുള്ള ഫോറൻസിക് വിദഗ്ധരെയും പരിശോധിപ്പിച്ചാൽ
അങ്ങേക്ക് മനസ്സിലാവും. ഈ ചർച്ചയിൽ ഒരു ഫോറൻസിക് വിദഗ്ധന്റെ കൂടി സേവനം ഇത് നോക്കുകയില്ലല്ല അങ്ങനെ മറുപടി പറയാൻ കഴിയും. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്ന വാക്കായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാകുന്നു എന്നിടത്താണ് ഈ ആളുകൾക്ക് സംശയം, ഇവരുടെ ബന്ധുക്കൾക്ക് സംശയമുള്ളത്. ഇതിലൊരു സംശയവുമില്ല, മനോവിഷമത്താൽ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന് എഫ്ഐആറിൽ പറയുന്നു. ഇൻക്വസ്റ്റിലൊരു രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊന്നും പറയുന്നില്ല എന്നുള്ളിടത്ത് ഇതിൽ സംശയകരമായ ഒന്നും അവശേഷിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ കൊലപാതകം എന്ന കാര്യം ആവർത്തിച്ച് പറയാത്തതിന്റെ കാര്യം, കൊലപാതകം എന്നത് തെളിയിക്കപ്പെടാതെ പോയാൽ ആത്മഹത്യാ പ്രേരണ എന്ന കാര്യം അതിനുള്ള ശിക്ഷ പോലും കിട്ടാതെ, അല്ലെങ്കിൽ ആ കാര്യം പോലും കൃത്യമായി പരിഗണിക്കാതെ ഈ കേസ് അവസാനിപ്പിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്.